ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ബയോ ഹോം. ഇന്ന് എളുപ്പത്തിലൊരു പീനട്ട് ചട്നി എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കോക്കനട്ട് ചട്നി, ഒരുപാട് രീതിയിലുള്ള ചട്നികളുണ്ട്. എങ്കിലും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും കോക്കനട്ട് ചട്നീസാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ചട്നി നമ്മൾ റെസ്റ്റോറൻറ്റ്സുകളിലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചട്നിയാണ് പീനട്ട് ചട്നി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള പീനട്ട് എടുക്കണം. ഈ പീനട്ട് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. ഈ പീനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം, സ്കിൻ റിമൂവ് ചെയ്തെടുക്കണം. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കിത് ചട്നിയാക്കാം. ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മളിവിടെ കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. തണുത്തിട്ട് നമുക്ക് അതിന് തൊണ്ട് കളഞ്ഞെടുക്കണം. ഇവിടെ നമ്മൾ ഒരു വലിയ സവോള, അത്യാവശ്യം വലിയ വലുപ്പമുള്ള സവോള, വെളുത്തുള്ളി 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളകിന് പകരം മുളക് പൊടിയാണ്, വറ്റൽമുളക് ഇരിക്കില്ല, മുളക് പൊടി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതും നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ പീനട്ടിൻ്റെ തൊണ്ട് ഒന്ന് നന്നായിട്ട് കളഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊണ്ടൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണ്. ആരാണ് തൊണ്ട് കളയുന്നത്? ഭാവത്ത്. ഇത് കംപ്ലീറ്റ് തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമുക്കിനി വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇനി നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ ഇടാം. അല്ലാത്തപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പോകണം. വെക്കേഷൻ ടൈം ഇപ്പൊ ഞങ്ങൾക്ക് വെക്കേഷനാണ്, ഞങ്ങളുടെ സ്കൂളൊക്കെ അടച്ചു. ഇനി ഞങ്ങൾ വീഡിയോസ് ഒക്കെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. വീട്ടിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ ഇടണം. സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം. ഫ്രൈഡ് ചിക്കൻ റെസിപ്പി പറ്റുകയാണ്. ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ഇടണം. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി, ഒരു പ്രാവശ്യം ബാബത്ത് നല്ല സൂപ്പർ ആയിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിട്ടോ. പക്ഷെ നമ്മളപ്പോ വീഡിയോ എടുത്തില്ല, അന്ന് സമയം കിട്ടില്ല. ഇനി നമുക്ക് വീഡിയോ എടുക്കണം. അപ്പൊ നമ്മളിവിടെ ഇത് ആക്കി വെച്ചിട്ടുണ്ട്. സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചേക്കാം അല്ലേ ബാബാ? ഞാൻ അരയ്ക്കാവേ. വേറൊന്നുമില്ല, ഇത് ആദ്യം മിക്സിക്കകത്തിട്ട് അരയ്ക്കും, പീനട്ടും അരയ്ക്കും, അത്രേ ഉള്ളൂ. ഉപ്പും ചേർക്കും, എന്നിട്ട് കടുക് പൊട്ടിക്കും. ഇതേ ഉള്ളൂ നമ്മുടെ പരിപാടി.